വേൾഡ് കപ്പിൽ സഞ്ജുവിന് ഒരു മാച്ചിൽ പോലും അവസരം കിട്ടിയില്ല. ഇതുകൊണ്ട് തന്നെ മലയാളി ആരാധകർ നിരാശയിലായിരുന്നു. ഇപ്പോഴിതാ BCCI സഞ്ജുവിന്റെ സങ്കടം കണ്ടിരിക്കുകയാണ്. ജയ്ഷ സഞ്ജുവിന് വലിയ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അങ്ങോട്ട് സഞ്ജുവിന്റെ കാലമാണ്. T20 ക്രിക്കറ്റ് ഇനി സഞ്ജു ഭരിക്കും. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ജൂലൈ 6-നാണ് സിംബാബ്വെ സീരീസ്. ഈ ഒരു സീരീസിൽ സഞ്ജുവുമുണ്ട്. ഗില്ലാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ. ഇപ്പോഴിതാ BCCI സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റൻ ആക്കാനുള്ള പദ്ധതിയിലാണ്. സഞ്ജുവിനെ അധിക ചുമതല കൊടുത്തിരിക്കുകയാണ്. സീനിയർ താരങ്ങൾ ആരും തന്നെ T20 ക്രിക്കറ്റിൽ ഇനി ഇല്ല. രോഹിത് കോഹ്ലി തുടങ്ങി എല്ലാ താരങ്ങളും വിരമിച്ചു. ഇനി അങ്ങോട്ട് സഞ്ജുവിന്റെ കാലമാണ്. സഞ്ജു ഇനി T20 ഭരിക്കും. സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റന്റെ റോള് കിട്ടിയാൽ എല്ലാ മാച്ചിലും കളിക്കാൻ സാധിക്കും. സഞ്ജു തന്നെയാണ് മെയിൻ കീപ്പറായിട്ട് സിംബാബ്വെ സീരീസിൽ. BCCI സഞ്ജുവിനെ വളർത്തിയെടുക്കാനുള്ള പദ്ധതിയിലാണ്. സഞ്ജുവിനെ ഒരുപാട് തവണ BCCI തഴഞ്ഞു. ഇപ്പോഴിതാ ജയ്ഷയ്ക്ക് സഞ്ജുവിനോട് നല്ല മനസ്സ് തോന്നിയിരിക്കുകയാണ്. സഞ്ജു ഇനി അങ്ങോട്ട് തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. സിംബാബ്വെ സീരീസിൽ ഒരുപാട് യുവതാരങ്ങളുണ്ട്. ജയ്സ്വാൾ, ഋതുരാജ്, ഗില്ല്, റിയാൻ പരാഗ്, സഞ്ജു, റിങ്കു സിംഗ് തുടങ്ങി ഒരുപാട് താരനിരയുണ്ട്. ഇവർക്ക് കളിക്കാൻ അവസരം കൊടുത്തിരിക്കുകയാണ് BCCI. ജൂലൈ 6-നാണ് 6 T20. 5 T20 ഇന്ത്യ സിംബാബ്വെയുമായിട്ട് കളിക്കുന്നത്. ഈ 5 T20യിലും സഞ്ജുവിന് അവസരം കിട്ടും. സഞ്ജുവിനെ പോലെ മികച്ചൊരു ക്യാപ്റ്റൻ ഉണ്ടായിട്ടും ഗില്ലിനെ ക്യാപ്റ്റനാക്കിയത് ആരാധകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിനെതിരെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ ചോദ്യചിഹ്നം ഉന്നയിച്ചു. ഇത് BCCI തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. സഞ്ജു ഇനി വൈസ് ക്യാപ്റ്റന്റെ റോളിലായിരിക്കും കളിക്കാൻ പോകുന്നത്. സഞ്ജുവിനെ അധിക പരിഗണനയാണ് BCCI കൊടുത്തിരിക്കുന്നത്. സീനിയർ താരങ്ങൾ വിരമിച്ചത് സഞ്ജുവിന് ലോട്ടറി ആയിരിക്കുകയാണ്. കോഹ്ലിക്ക് പകരം സഞ്ജു ഇനി 3-ാം നമ്പറിൽ കളിക്കും. 1 ഡൗണിൽ സഞ്ജുവിനെ ഇറക്കാനാണ് BCCIയുടെ പദ്ധതി. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.